അഡ്നോക്ക് എന്ന് പറയുന്ന ഒരു 10-16 ടീമുകൾ കമ്പനികളുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണത്. അപ്പൊ എന്റെ കളി കണ്ടപ്പോൾ ആളെന്നോട് ചോദിച്ചു, നമുക്കൊരു ടീമിനെ ഒന്ന് സെറ്റാക്കിയിട്ട് KCBക്ക് വേണ്ടി ദേശീയ താരങ്ങളായ ജിമ്മി ജോർജ് അടക്കമുള്ള പ്രമുഖർ അണിനിരക്കുന്ന വമ്പൻ ടീമുകളെ വിറപ്പിച്ചിരുന്ന ഒരു ഭൂതകാലവും ഇദ്ദേഹത്തിനുണ്ട്. ജിമ്മി ജോർജ് കേരള പോലീസിന് വേണ്ടി കളിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല 2 ടീമുകൾ എന്ന് പറയാനുള്ളത് ഒന്ന് KSEBയും ഒന്ന് കേരള പോലീസാണ്. ഒന്നിനൊന്നും വെച്ചാണ്. ഒരു കളി അവർ ജയിച്ചിട്ടുണ്ട്, അടുത്ത കളി ഞങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങൾ എങ്ങനെങ്കിലും അവരെ അടുത്ത തോൽപ്പിച്ച് കളിയാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി KSEBയും തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി കേരള പോലീസും തലശ്ശേരി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തിയിരുന്നു. അവിടെ ഞങ്ങളും ഇവരും തമ്മിലായിരുന്നു ഒരു ഫൈനൽ വന്നത്. ആ ഫൈനൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മലബാർ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ ഒരു കളിയായിരുന്നു അത്. ഞാനും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആസ്വദിച്ചിട്ടുണ്ട്. കളി കാണുന്ന ഓരോ വ്യക്തികളും ഇന്നും മനസ്സിൽ ഓർക്കുകയും അത് നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ഒരു കളിയായിരുന്നു. 5 സെറ്റിന് ഞങ്ങൾ അവരെ തോൽപ്പിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ തന്നെ വോളിബോളിലേക്ക് എത്തിച്ച സ്വന്തം നാടായ നാദാപുരത്തേക്ക് തന്നെയാണ് ഹമീദ് മടങ്ങുന്നത്. ഏതായാലും ഞാനിവിടെ വിട്ട് ഇങ്ങനെ പോകുകയാണല്ലോ. അപ്പോ ബോഡി ഫിറ്റ്നസ് എനിക്ക് വേണം. അത് നിലനിർത്തണമെങ്കിൽ ഈ ഗ്രൗണ്ടിൽ തന്നെ വീണ്ടും ഒന്ന് ചെന്നിറങ്ങണം. അതുകൂടാതെ നമ്മുടെ ഏരിയയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ ലഹരി മുക്തമാക്കി കൊണ്ടുവരേണ്ട നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. അത് വരാതിരിക്കട്ടെ. ഇനിയുള്ള തലമുറകൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാൻ ഒരു ഈ വോളിബോളിന് സാധിക്കുമെങ്കിൽ, എനിക്കതിന് ഭാഗമാക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയൊരു നല്ല കാര്യമായിരിക്കും. 64-ാം വയസ്സിലും താൻ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന വോളിബോൾ മേഖലയ്ക്ക് തിരിച്ചെന്തെങ്കിലും നൽകാൻ കഴിയണമെന്ന ആഗ്രഹത്തിൽ കൂടിയാണ് AP ഹമീദിന്റെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. അബുദാബിയിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1.